Good morning, students. Today at first we are doing cinema in 1960s. 1960 was of course actually a golden period as far as India's cinema was concerned. The 1960 witnessed an unprecedented proliferation of both the parallel cinema as well as big budget entertainment cinema in this country, in India. The year 1960 or the decade 1960s witnessed also an unprecedented means which happened never before. Proliferation means spread or increase. The year 1960 saw a very huge increase, very huge unprecedented spread of both parallel and big budget entertainment cinema. Parallel cinema or art cinema or avant-garde films as well as big budget movies began to spread during the 1960s. 1960-കളിൽ പാരലൽ സിനിമാസിനും പ്രാധാന്യം ഉണ്ടായിരുന്നു, അതും സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ ബിഗ് ബഡ്ജറ്റ് മൂവീസും മാസ് മൂവീസിനും വളരെയധികം പ്രാധാന്യം ശ്രദ്ധിച്ച ഒരു ദശാബ്ദമായിരുന്നു 1960-കൾ എന്ന് പറയുന്നത്. The period is often described as the golden decade of golden music. It is described as the decade of golden music in the Indian popular cinema. 1960s is described as the golden period of golden music in the Indian popular cinema. Many hit films of this period draw their subject matter from the Indo-Pak War. We all know that it was a period of Indo-Pak War, and many films chose the subject matter from the Indo-Pak War and war in general. പല സിനിമകളുടെയും വിഷയം ഇൻഡോ-പാക് വാർ ആയിരുന്നു, അല്ലെങ്കിൽ യുദ്ധമായിരുന്നു. അത് പ്രധാനപ്പെട്ട ആ വിഷയം എന്ന് പറയുന്നത് ആ കാലയളവിൽ. ബിക്കോസ് ഇറ്റ് വാസ് ദ പീരീഡ് ഓഫ് ഇൻഡോ-പാക് വാർ 1962. So many hit films of this period drew their subject from the Indo-Pak War of 1962 or war in general. Raj Kapoor's Sangam is an example. Raj Kapoor's Sangam, which was released in 1962. Raj Kapoor's Sangam, and the heroine was Vaijayanthimala. Sangam. It was a war-based film. And Shakti Samanta's Aradhana. It was a social film or it is a family melodrama. Shakti Samanta's Aradhana. അന്നത്തെ ഏറ്റവും വലിയ 1969 റിലീസ് ചെയ്ത ആരാധന വാസ് റിലീസ്ഡ് ഇൻ ദി ഇയർ 1969. 1969 റിലീസ് ചെയ്ത ആരാധന ഇന്ത്യ മുഴുവനും കീഴടക്കിയ ഒരു സിനിമയാണ്. പല റീജിയണൽ ഭാഷയിലേക്കും ഡബ് ചെയ്യപ്പെട്ടു വന്നു. മലയാള ഭാഷയിലും ആരാധന എന്ന പേരിൽ തന്നെ ഡബ് ചെയ്യപ്പെട്ടു അത്. അതിലെ നായകൻ രാജേഷ് ഖന്നയായിരുന്നു. നായിക ഷർമിള ടാഗോർ, ബംഗാളിലെ ടാഗോർ കുടുംബത്തിൽപ്പെട്ട ഷർമിള ടാഗോർ പിൽക്കാലത്ത് ഒരു ക്രിക്കറ്ററിനെ വിവാഹം കഴിച്ചു. അവരുടെ മകനാണ് പ്രശസ്തനായ ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാൻ. ആദ്യം അമൃത സിംഗിനെ കല്യാണം കഴിച്ചു. 2004 ഡിവോഴ്സായി. അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം 2012 കരീന കപൂറിനെ വിവാഹം കഴിച്ചു. അവരുടെ മകൻ സെയ്ഫ് അലി ഖാൻ. These things you know better than I do. അപ്പോൾ എന്നെക്കാളും കൂടുതലൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് സെയ്ഫ് അലി ഖാൻ. മേം ഖിലാഡി, തൂ അനാരി തുടങ്ങിയ സിനിമകളിൽ ഗംഭീരമായ പ്രകടനം കാഴ്ചവെച്ച നടനാണ് സെയ്ഫ് അലി ഖാൻ. ഷർമിള ടാഗോറും സുന്ദരിയും നല്ല അഭിനേത്രിയുമായിരുന്നു ഷർമിള ടാഗോർ. സോ ആരാധനയിൽ അതിലെ വിജയ് എന്ന് പറയുന്ന ക്യാരക്ടറായിരുന്നു രാജേഷ് ഖന്ന. ഞാൻ കണ്ട ഫിലിമാണ്. വന്ദന എന്ന് പറയുന്ന ക്യാരക്ടറായിരുന്നു ഷർമിള ടാഗോറിൻ്റേത്. അവർ ഒളിച്ചോടി പോയി വിവാഹിതരായി. ഒരു പ്ലെയിൻ ക്രാഷിൽ രാജേഷ് ഖന്നയുടെ കഥാപാത്രം വിജയ് മരണമടയുന്നു. അതിനുശേഷം വിധവയായിത്തീരുന്ന ഷർമിള ടാഗോറിന് ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. അവസാനം അവരുടെ മകനെ ദത്ത് കൊടുക്കേണ്ടുന്ന സ്ഥിതിയിൽ അവസാനിക്കുന്ന ഒരു ട്രാജിക് ഫിലിമാണ് ആരാധന. നല്ല പാട്ടുകൾ, നല്ല ഗാനങ്ങൾ കൊണ്ട് നിറഞ്ഞ ഫിലിമായിരുന്നു ആരാധന. ആ ഫിലിമിലൂടെയാണ് രാജേഷ് ഖന്ന ഒരു സൂപ്പർ സ്റ്റാറായി മാറിയത്.
ആനന്ദ് എന്ന് പറയുന്ന ഫിലിമിലൂടെയും തൂഫാൻ എന്ന് പറയുന്ന സിനിമയിലൂടെയും ഒക്കെയാണ് രാജേഷ് ഖന്ന ഒരു സൂപ്പർ സ്റ്റാറായി മാറിയത്. സോ രാജ് കപൂർസ് സംഘം, ശക്തി സാമന്താസ്, ആരാധന, ചേതനാനന്ദ് പേര് നമ്മൾ പറയാം, ഹക്കീക്കത്ത് HAQUEQAT ഹക്കീക്കത്ത് etc. marked new records. They broke new records at the box office. These films were able to break records at the box office. They created new records at the box office. The decade saw the birth of the first superstar in Indian film. ഇന്ന് ഒരുപാട് സൂപ്പർ സ്റ്റാർസ് എല്ലാ റീജിയണൽ ലാംഗ്വേജിലും ഉണ്ട്. ഇന്ത്യയിൽ ആദ്യമായൊരു സൂപ്പർ സ്റ്റാർ ജനിച്ചത് 1960-ലാണ്. അത് വേറെ ആയിരുന്നില്ല, രാജേഷ് ഖന്നയായിരുന്നു. രാജേഷ് ഖന്ന വാസ് എ ഗ്രേറ്റ് ഫേവറേറ്റ് ഓഫ് ഇന്ത്യൻ മാസസ്. അദ്ദേഹത്തിൻ്റെ ഹെയർ സ്റ്റൈലും വേഷവിധാനങ്ങളും ഒക്കെ അനുകരിക്കുന്ന ചെറുപ്പക്കാരാണ് 60-കളിലൊക്കെ ഉണ്ടായിരുന്നത്. സോ ദ ഡെക്കേഡ് സാ ദി ഫസ്റ്റ് സൂപ്പർ സ്റ്റാർ ഇൻ ഹിന്ദി രാജേഷ് ഖന്ന with his films like കാത്തി പതംഗ്, ദുഷ്മൻ, ശത്രു, ആനന്ദ്, നമ്മൾ ഈ പറഞ്ഞ ആരാധന, ഈ സിനിമകളൊക്കെയാണ് അദ്ദേഹത്തിനെ സൂപ്പർ സ്റ്റാർഡമിലേക്ക് നയിച്ചത്. These films led to him the superstardom. Then the great films during the decade was സംഘം, ആരാധന, ബീസാൽബാദ്, 20 വർഷങ്ങൾക്ക് ശേഷം ബീസാൽബാദ്. അതിൽ നായകൻ തിരിച്ചെത്തുമ്പോൾ ആൻസസ്റ്റേഴ്സിനെ വില്ലന്മാർ കൊന്നതാണെന്നറിയുന്നു. ഒരു ഡിക്റ്റേറ്റീവിൻ്റെ സഹായത്താൽ പ്രതികാരം വീട്ടുന്ന കഥയായിരുന്നു ബീസാൽബാദ് എന്ന് പറയുന്ന ഫിലിമിൽ. അന്താസ്, ജിസ് ദേശ് മേ ഗംഗാ ബെഹ്തി ഹെ, പേര് കേൾക്കുമ്പോഴേ അറിയാൻ രാജ് കപൂറിൻ്റെ ഫിലിമാണ്. ദിസ് ദേശ് മേ ഗംഗാ ബെഹ്തി ഹെ. പക്ഷെ അതൊരു ഒരു ഒരു മസാല ഫിലിമായിരുന്നു അത്. സാഹിബ് ബീവി അവർ ഗുലാം, ഗൈഡ്, RK നാരായണൻ്റെ പ്രശസ്തമായ നോവൽ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത നോവൽ സിനിമയാക്കിയതാണ് ഗൈഡ്. ദേവാനന്ദും ദേവാനന്ദായിരുന്നു അതിലെ പ്രധാനപ്പെട്ട ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരുന്നത്. അതിൽ നായിക റോസിയുടെ ക്യാരക്ടർ അവതരിപ്പിച്ചത് ഗൈഡ് ഇറങ്ങിയത് 1964, 1964-ലാണ് ഗൈഡ് എന്ന് പറയുന്നത്. 1965-ലാണ് ഗൈഡ് എന്ന് പറയുന്ന ഫിലിം ഇറങ്ങിയത്. ഗൈഡ് വാസ് റിലീസ്ഡ് ഇൻ ദി ഇയർ 1965, 1965. അതിൽ നായകൻ ദേവാനന്ദായിരുന്നു. ഗൈഡ്. ദെൻ ആസ്മാൻ മഹൾ, another hit film. Then ലവ് ഇൻ ടോക്കിയോ, അതിലൊരു ബംഗാളി നടനായിരുന്നു. അതിലെ മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത് ബംഗാളി നടനായിരുന്നു. പിന്നെ ആശ പരേഖ ഉണ്ടായിരുന്നു ലവ് ഇൻ ടോക്കിയോ എന്ന് പറഞ്ഞ ഒരു നായകൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നു, അത് വീണ്ടെടുക്കാനുള്ള അതിലുള്ള സംഭവിക്കുന്ന കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന സിനിമയായിരുന്നു ലവ് ഇൻ ടോക്കിയോ. പിന്നെ അതിനുശേഷം ഇതേമാതിരി സിനിമകൾ ധാരാളം ഇറങ്ങിയിട്ടുണ്ട്. ലവ് ഇൻ സിംല ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ മലയാളത്തിൽ തന്നെ ലവ് ഇൻ സിംഗപ്പൂർ 2 പ്രാവശ്യം, ആദ്യം പ്രേംനസീറിനും ജയനും അഭിനയിച്ച ലവ് ഇൻ സിംഗപ്പൂർ, പിന്നെ മമ്മൂട്ടി അഭിനയിച്ച 2010 ശേഷം ഇറങ്ങിയ ലവ് ഇൻ സിംഗപ്പൂർ. അങ്ങനെ ഈ ഒരു ട്രെൻഡായി മാറി ലവ് ഇൻ ജപ്പാൻ, അങ്ങനെയൊക്കെയുള്ള സിനിമകൾ ഇറങ്ങാൻ തുടങ്ങി. അതിൻ്റെ ആദ്യ ഫിലിമായിരുന്നു 1960-കളിലെ ലവ് ഇൻ ടോക്കിയോ. ദെൻ വക്ത്, അമിതാഭ് ബച്ചൻ്റെ ഫിലിമായിരുന്നു വക്ത്. ആഴ്സു. സോ ദീസ് വർ ദി ഹിറ്റ് ഫിലിംസ് ഡ്യൂറിങ് ദ ഡെക്കേഡ് ഓഫ് 1960s. So the hit films like സംഘം, ആരാധന, 20 साल के बाद, अंदाज, जिस देश में गंगा बहती है, साहिब बीवी और गुलाम, गाइड, आसमान महल, लव इन टोक्यो, वक्त, आयसो etc. Then great actors during this decade were രാജേഷ് ഖന്ന, സുനിൽ ദത്ത്, നമ്മുടെ സഞ്ജയ് ദത്തിൻ്റെ പിതാവ് സുനിൽ ദത്ത്, അല്ലെങ്കിൽ നർഗീസ്, സുന്ദരിയായിരുന്ന നല്ല അഭിനേത്രിയായിരുന്ന നർഗീസിൻ്റെ ഹസ്ബൻഡ് സുനിൽ ദത്ത്, ദിലീപ് കുമാർ, ആദ്യത്തെ മെതേഡ് ആക്ടർ എന്ന് വേണമെങ്കിൽ ദിലീപ് കുമാറിനെ വിശേഷിപ്പിക്കാം. ഹി മേ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ദി ഫസ്റ്റ് മെതേഡ് ആക്ടർ
in Indian cinema. Dilip Kumar. Raj Kapoor, ദേവാനന്ദ് കേട്ടിലെ നായകനായ ദേവാനന്ദ് എന്ന് പറയുന്ന റൊമാൻറ്റിക് ഹീറോ ആയിരുന്നു. ദേവാനന്ദ് 70കളിലും റൊമാൻറ്റിക് ഹീറോ ആയിട്ട് 70 വയസ്സുള്ളപ്പോഴും റൊമാൻറ്റിക് ഹീറോ ആയിട്ട് അഭിനയിച്ച വ്യക്തിയായിരുന്നു ദേവാനന്ദ് എന്ന് പറയുന്നത്. അശോക് കുമാർ ഒരു മെത്തേഡ് ആക്ടറായിരുന്നു. അശോക് കുമാർ. വൈജയന്തിമാല എന്ന് പറയുന്ന നടി, വൈജയന്തിമാല. നൂതൻ, മധുബാല നല്ലൊരു നടിയായിരുന്നു, മധുബാല. വഹീദ റഹ്മാൻ, സൈര ബാനു, നമ്മൾ നേരത്തെ പറഞ്ഞ ഷർമിള ടാഗോർ, മുംതാസ്, ആശ പരേഖ്, ഇവരൊക്കെ ആയിരുന്നു പ്രധാനപ്പെട്ട നടന്മാർ. ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസസ് ഡ്യൂറിങ് ദിസ് ഡെക്കേഡ് വെയർ രാജേഷ് ഖന്ന, സുനിൽ ദത്ത്, ദിലീപ് കുമാർ, രാജ് കപൂർ, ദേവാനന്ദ്, അശോക് കുമാർ, വൈജയന്തിമാല, നൂതൻ, മധുബാല നല്ലൊരു അഭിനേത്രിയായിരുന്നു മധുബാല, സുന്ദരിയുമായിരുന്നു മധുബാല. വഹീദ റഹ്മാൻ, സൈര ബാനു നല്ലൊരു അഭിനേത്രിയായിരുന്നു സൈര ബാനു. പിന്നീട് ദിലീപ് കുമാറിനെ കല്യാണം കഴിച്ച് പിൻവാങ്ങി സൈര ബാനു. ആൻഡ് ഷർമിള ടാഗോർ, മുംതാസ്, ആശ പരേഖ്, എക്സെട്ര. Then great filmmakers during this decade were Raj Kapoor, ആരാധനയുടെ ഡയറക്ടർ ശക്തി സാമന്ത, ചേതനാനന്ദ്, ഹേമന്ത് കുമാർ, ഗുരുദത്ത് ബംഗാളി, ഗുരുദത്ത്, വിമൽ റോയ് ബംഗാളി, കെ അബ്ബാസ്, ഹി വാസ് ഓൾസോ എ ഫിലിം മേക്കർ, ഫിലിം ഡയറക്ടർ. കെ അബ്ബാസിൻ്റെ കെ അബ്ബാസിൻ്റെ ഫിലിമായ സാത്ത് ഹിന്ദുസ്ഥാനിയിലാണ് അമിതാഭ് ബച്ചൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. സാത്ത് ഹിന്ദുസ്ഥാനി, അതിൽ നമ്മുടെ കേരളത്തിലെ മധു എന്ന നടനും ഉണ്ടായിരുന്നു സാത്ത് ഹിന്ദുസ്ഥാനിയിൽ. കെ അബ്ബാസ് ഡയറക്റ്റ് ചെയ്ത ഫിലിമായിരുന്നു. കെ അബ്ബാസ് അദ്ദേഹം നല്ലൊരു കഥാകൃത്ത്, നോവലിസ്റ്റ്, സ്ക്രീൻ പ്ലേ റൈറ്റർ, ഫിലിം മേക്കർ, ഇതെല്ലാമായിരുന്നു കെ അബ്ബാസ്. ദെൻ രാമാനന്ദ് സാഗർ അദ്ദേഹം ഹിറ്റ് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ ഓർക്കുന്നത് രാമായണം സീരിയലിൻ്റെ ഡയറക്ടറായിട്ടായിരിക്കും. രാമായണം സീരിയൽ ഡയറക്റ്റ് ചെയ്ത് ഹിറ്റാക്കി മാറ്റിയ ഫിലിം മേക്കറാണ് രാമാനന്ദ് സാഗർ. സാഗേഴ്സ് രാമായണ. ദെൻ ബി ആർ ചോപ്ര അതുപോലെ നല്ല ഹിറ്റ് ഡയറക്ടറായിരുന്നു ബി ആർ ചോപ്ര. അദ്ദേഹം പക്ഷേ ഓർമ്മിക്കപ്പെടുന്നത് ദി മഹാഭാരത എന്ന് പറയുന്ന സീരിയലിൻ്റെ ഡയറക്ടറായിട്ടായിരിക്കും അറിയപ്പെടുന്നത്. ദി മഹാഭാരതയുടെ ഡയറക്ടറായിരുന്നു ബി ആർ ചോപ്ര. So these were the things we have to study, we have to remember about the film and filmmaking during we are going to make a deep study on Indian parallel cinema or art cinema. Indian parallel cinema or art cinema. The emergence of the new wave Indian films owes its origin. The emergence or the coming or the appearance of the new wave films in India owes its origin to the pioneering works by Satyajit Ray during the 1950s. So the emergence of the new wave Indian films owes its origin to the pioneering films or works of Satyajit Ray during the 1950s. അപ്പോൾ ഇന്ത്യയിൽ ഈ നവതരംഗ സിനിമ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ സിനിമയുടെ അല്ലെങ്കിൽ പാരലൽ സിനിമയുടെ അല്ലെങ്കിൽ ആർട്ട് ഫിലിംസിൻ്റെ ആവിർഭാവത്തിന് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നത് സത്യജിത് റേയുടെ ഫിലിംസുമായിട്ടാണ്. സത്യജിത് റേയുടെ അടങ്ങാത്ത ഈ ഇതിനോടുള്ള അഭിനിവേശം, അതിൻ്റെ ഫലമായി ഉണ്ടാക്കി അദ്ദേഹം നിർമ്മിച്ച അപ്പു ട്രയോളജി 1950കളിൽ അപ്പു ട്രയോളജി, അതിനോടാണ് കടപ്പെട്ടിരിക്കുന്നത്. ദി മൊമെൻറ്റം ഓഫ് ദിസ് നിയോ റിയലിസ്റ്റ് മൂവ്മെൻറ്റ്, this period or the momentum of this neo-realist movement was kept alive by a group of Bengali filmmakers during the 60s and 70s. Satyajit Ray കൊളുത്തിയ ഈ ദീപം, നിയോ റിയലിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ദീപം കെടാതെ സൂക്ഷിച്ചത് പ്രധാനമായും ബംഗാളിലെ കുറേ ഫിലിം മേക്കേഴ്സാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ വേഗത അവസാനിക്കാതെ, വേഗത ഒട്ടും കുറയാതെ സൂക്ഷിച്ചത് ബംഗാളിലെ കുറേ ഫിലിം മേക്കേഴ്സാണ്. ദി മൊമെൻറ്റം ഓഫ് ദിസ് നിയോ റിയലിസ്റ്റ് മൂവ്മെൻറ്റ് വാസ് കെപ്റ്റ് അലൈവ് ബൈ എ ഗ്രൂപ്പ് ഓഫ് ബംഗാളി ഫിലിം മേക്കേഴ്സ് ഡ്യൂറിങ് ദി 60s and 70s. ചേതൻ ആനന്ദ്, നീച്ച നഗർ, ബിമൽ റോയ്സ്, ഡു ബിഗ സമീൻ, ദേവദാസ്,
Do Vikas Amin and Devadas are Bengali films. And a few offbeat cinematic expressions right from 1940s serves as a platform for future filmmakers for further experimentation. അതായത് ഭാവിയിലെ ഈ ഫിലിം മേക്കേഴ്സിന് ഒരു എക്സ്പെരിമെൻറ്റേഷനുള്ള ഊർജം, അതിനുള്ള ആ ഒരു പ്രേരണ നൽകിയ ഫിലിംസ് എന്ന് പറയുന്നത് ചേതനാനന്ദിൻ്റെ നീച്ച നഗർ എന്ന് പറയുന്ന ഫിലിം, ബിമൽ റോയിയുടെ ഡു ഫിഗാസ് അമീൻ, വളരെ പ്രധാനപ്പെട്ട ഒരു ഫിലിമാണ് ഡു ഫിഗാസ് അമീൻ, അതുപോലെ ദേവദാസ്. ഈ ഓഫ് ബീറ്റ്, ഇങ്ങനെയുള്ള ഓഫ് ബീറ്റ് സിനിമാറ്റിക് എക്സ്പ്രഷൻസ് gave a momentum, gave an inspiration to the future filmmakers right from 1940s. So once again, Chetan Anand, Neeja Nagar, Bimal Roy's, Do Figas Amin, Devadas, and a new offbeat cinematic expressions right from 1940s serves as a platform for the future filmmakers for further experimentation. The Indian New Wave was contemporaneous. Contemporaneous means existing or occurring at the same time. Contemporary. Contemporaneous means existing or occurring at the same period or same time. The Indian New Wave was contemporaneous with the French New Wave and its Japanese counterparts. അപ്പോൾ ജാപ്പനീസ് ന്യൂ വേവും ഫ്രഞ്ച് ന്യൂ വേവിൻ്റെയും കാലത്ത് തന്നെയാണ് ഇന്ത്യയിൽ ഈ ഇന്ത്യൻ ന്യൂ വേവ് എന്ന് പറയുന്ന ഈ പാരലൽ സിനിമോദയം ചെയ്തത്. The Indian New Wave was contemporaneous with the French New Wave and its Japanese counterparts, but quite dissimilar from them. Indian cinema was quite dissimilar. It was never similar to the French Nouvelle films and also the Japanese New Wave films. Indian film was distinct, different. It was quite dissimilar from those films, those Italian, French and Japanese films. The French New Wave and Japanese New Wave, these films, the French New Wave films and Japanese New Wave films, gave emphasis, heavy emphasis. They placed the heavy emphasis upon the seriousness of themes. The former, that is the French New Wave and Japanese New Wave films, placed or gave heavy seriousness on themes and their realistic portrayal. The Indian New Wave films imbibed or produced the spirit of humanism. Indian New Wave films gave a humanism, a touch of or a spirit of humanism and displayed a remarkable experimentation. ഇന്ത്യൻ ന്യൂ വേവ് ഫിലിംസ് എന്ന് പറഞ്ഞാൽ ഹ്യൂമനിസത്തിന് പ്രാധാന്യം കൊടുത്ത് മാനുഷികമായ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഫിലിംസ് ആയിരുന്നു ഇന്ത്യൻ ന്യൂ വേവ് ഫിലിംസ്. അല്ലാതെ ജാപ്പനീസ് ന്യൂ വേവ് ഫിലിംസ് പോലെ ഫ്രഞ്ച് ന്യൂ വേവ് ഫിലിംസിനെ പോലെ ആയിരുന്നില്ല. അവയൊക്കെയാണെങ്കിൽ തീമിന് ഹെവി സീരിയസ്നെസ്സാണ് കൊടുത്തിരുന്നത്. അതുമാത്രമല്ല റിയലിസ്റ്റിക് റെപ്രസെൻറ്റേഷൻ ആയിരുന്നു ആ ഫിലിംസിലൂടെ കണ്ടത്. അതിൽ നിന്ന് വിഭിന്നമായ ഒരു സിനിമാ ശൈലിയായിരുന്നു ഇന്ത്യൻ ന്യൂ വേവ് ഫിലിംസിൽ. ഇറ്റ് ഇംബൈബ്ഡ് എ സ്പിരിറ്റ് ഓഫ് humanism and displayed Indian films displayed or showed or portrayed a remarkable experimentation. Indian literature in general and Bengali literature in particular exerted tremendous influence upon it. In the Indian New Wave films, Indian literature in general and Bengali literature in particular. അപ്പോൾ ഈ ഇന്ത്യൻ ന്യൂ വേവ് ഫിലിംസിൻ്റെ ഉദയത്തിന്, അതിൻ്റെ വളർച്ചയ്ക്ക് സഹായകരമായി പ്രേരക ശക്തിയായി പ്രവർത്തിച്ചത് ഇന്ത്യൻ സാഹിത്യം പൊതുവായും വിശിഷ്യ ബംഗാളി സാഹിത്യവും, പ്രത്യേകിച്ചും ബംഗാളി സാഹിത്യവും ഇതിൻ്റെ ഈ വളർച്ചയ്ക്ക് ഒരു പ്രേരക ശക്തിയായി പ്രവർത്തിച്ച പ്രധാനപ്പെട്ട ഘടകമാണ് ലിറ്ററേച്ചർ. That is Indian literature in general and Bengali literature in particular gave tremendous influence upon it. Besides Indian theatre, കൂടാതെ ഇന്ത്യൻ തിയേറ്റർ, നാടകവേദി, ഇറ്റാലിയൻ നിയോ റിയലിസം, അതിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നു. ഇറ്റാലിയൻ നിയോ റിയലിസം ആൻഡ് ദി ഫ്രഞ്ച് ന്യൂ വേവ് സിനിമ, ഇതിൻ്റെ എല്ലാം കൂടെ ഉള്ള
ഒരു ഇൻഫ്ലുവൻസിൻ്റെ കൽമിനേഷൻ ആയിരുന്നു ഇന്ത്യൻ ന്യൂ വേവ് ഫിലിംസ്. ഏതിൻ്റെ എല്ലാം. സോ ദി ഇന്ത്യൻ ലിറ്ററേച്ചർ ഇൻ ജനറൽ ആൻഡ് ബംഗാളി ലിറ്ററേച്ചർ ഇൻ പർട്ടിക്കുലർ exerted a deep, tremendous, great influence upon it besides Indian theatre. Italian neorealism, we have studied it. We have a separate video on Italian neorealism and French New Wave cinema, French New Wave cinema also discussed by us. French New Wave cinema. ഇതിൻ്റെ എല്ലാം കൂടി ഒരു സമഞ്ജസമായ സമ്മേളനമായിരുന്നു ഇന്ത്യൻ ന്യൂ വേവ് ഫിലിംസ്. Though it started as a movement in Bengali cinema, later spread to other regional films by 1970s and 80s. ആദ്യം അതൊരു ബംഗാളി സിനിമ മൂവ്മെൻ്റ് ആയിട്ടാണ് ഇന്ത്യൻ ന്യൂ വേവ് ഫിലിം തുടങ്ങിയതെങ്കിലും ക്രമേണ ഗ്രാജുവലി ഓർ സ്ലോലി ഓർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇറ്റ് സ്പ്രെഡ് ടു അതർ റീജിയണൽ ലാംഗ്വേജസ്, മറ്റ് റീജിയണൽ ലാംഗ്വേജസിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. Though it started as a movement in Bengali cinema, later it spread to other regional languages, other regional films by 1970s and 80s. Governmental funding, governmental financial help through subsidy and loan, governmental funding, National Film Awards, Film Finance Corporation, International Film Festivals of India, and are some of the factors, some of the elements that has hastened the growth of parallel cinema. ഇന്ത്യൻ പാരലൽ സിനിമയുടെ വളർച്ചയ്ക്ക് വേഗം കൂട്ടിയത്, ആക്കം കൂട്ടിയതെന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിങ്, പിന്നെ ദേശീയ സിനിമ അവാർഡുകൾ, അതിൽ നിന്നും പ്രതിഫലം കിട്ടുമായിരുന്നു. ഫിലിം ഫിനാൻസ് കോർപ്പറേഷൻ ലോൺ അനുവദിക്കുമായിരുന്നു. ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽസ്, അവിടെ വിജയിക്കുന്ന ചിത്രങ്ങൾക്ക് അവാർഡ് തുക, പണം ലഭിക്കുമായിരുന്നു. ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഈ പണവും പ്രശസ്തിയും, ദിസ് നെയിം, ഫെയിം ആൻഡ് മണി, these things, these elements or these factors hastened, increased the growth of parallel cinema. നമ്മുടെ അവാർഡ് സിനിമകളുടെ, പാരലൽ സിനിമയുടെ വളർച്ച. If the anguish, frustrations and uncertainties of the urban middle class, city middle class caught the cinematic imagination of Satyajit Ray, or Satyajit Ray was influenced by the anguish, deep pain, mental pain, anguish, frustrations, disappointments and uncertainties of the urban middle class people. Satyajit Rayയുടെ സിനിമാറ്റിക് ഇമാജിനേഷനെ സ്വാധീനിച്ചത് നഗരവൽക്കരണത്തിൻ്റെ ഭാഗങ്ങളാണ്. അതായത് നഗരജീവിതം നയിക്കുന്ന ആളുകളുടെ മനോവ്യഥ, നിരാശത, അവരുടെ ജീവിതത്തിലെ അനിശ്ചിതത്വങ്ങൾ, ഇതൊക്കെയായിരുന്നു സത്യജിത് റേയുടെ സിനിമകളുടെ വിഷയമെങ്കിൽ his compatriots means people of the same area, people of the same state, അദ്ദേഹത്തിൻ്റെ തന്നെ സംസ്ഥാനത്തിലെ, ബംഗാളിലെ അദ്ദേഹത്തിൻ്റെ തന്നെ അനുയായികളായ, പിൻഗാമികളായ ഋത്തിക് കട്ടക്, his compatriots ഋത്തിക് കട്ടക് and Mrinal Sen, he was a very famous, well-known film maker. അദ്ദേഹത്തിൻ്റെ മൃഗയ ധാരാളം അവാർഡുകൾ വാങ്ങി വാരിക്കൂട്ടി സിനിമയായിരുന്നു മൃണാൾ സെൻ്റെ മൃഗയ. ഋത്തിക് കട്ടക്, Mrinal Sen threw the searchlight on the darker realms of the life of lower class and the marginalized. സത്യജിത് റേയ്ക്ക് നഗരത്തിൽ വസിക്കുന്ന ആളുകളുടെ അവരുടെ ആംഗ്വിഷും ഡിസപ്പോയിൻമെൻറ്റ്സ് അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻസും അൺസർട്ടനിറ്റീസും ആയിരുന്നു വിഷയമെങ്കിൽ, അദ്ദേഹത്തിൻ്റെ തന്നെ നാട്ടിലെ പിൻഗാമികളായിട്ട് വന്ന ഋത്തിക് കട്ടക്കിൻ്റെയും Mrinal Senൻ്റെയും വിഷയങ്ങൾ, ദേ ത്രൂ ദി സെർച്ച് ലൈറ്റ്, അവരുടെ സെർച്ച് ലൈറ്റ് എങ്ങോട്ടാണ് പോയത്? ടു ദി ഡാർക്കർ ലെംസ്, ടു ദി ഡാർക്കർ ഏരിയാസ് ഓഫ് ദി ലൈഫ് ഓഫ് ലോവർ ക്ലാസ്സസ്. സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന രീതിയിൽ ജീവിക്കുന്ന ആളുകളുടെ ആ ജീവിതത്തിൻ്റെ ഇരുണ്ട മേഖലകളിലേക്കാണ് ഇവരുടെ സിനിമകൾ വെളിച്ചം വീശിയത്. ആൻഡ് ദി മാർജിനലൈസ്ഡ് പീപ്പിൾ, പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളിലേക്ക്. ദെൻ വിത്ത് ദെയർ deep psychological insight, Angur by Shyam Benangal and Across by Govind Niharani infused a new artistic breath into the Hindi cinema. ഇനി ഹിന്ദി സിനിമയിലാണെങ്കിൽ അഗാധമായ മനഃശാസ്ത്രപരമായ ഉൾക്കാഴ്ചയോടുകൂടി
അവതരിപ്പിക്കപ്പെട്ട സിനിമകളായിരുന്നു ശ്യാം ബെനഗലിൻ്റെ അങ്കുർ. ഒരുപാട് അക്ലൈം നേടിയ സിനിമയായിരുന്നു. ഇറ്റ് വാസ് എ ഫിലിം വിച്ച് റിസീവ്ഡ് നാഷണൽ ആസ് വെൽ ആസ് ഇൻ്റർനാഷണൽ അക്ലൈം. അങ്കുർ ബൈ ശ്യാം ബെനഗൽ. പിന്നെ ഗോവിന്ദ് നിഹ്ലാനിയുടെ ആക്രോശ് എന്ന് പറയുന്ന സിനിമ ഒരുപാട് അംഗീകാരം പിടിച്ചു പറ്റിയ സിനിമയായിരുന്നു ആക്രോശ്. അതെല്ലാം എന്താണ്, അതേ ഡീൽ വിത്ത് ഡീപ്പ് സൈക്കോളജിക്കൽ തിങ്സ്, സൈക്കോളജിക്കൽ ഇൻസൈറ്റ്. വിത്ത് ദെയർ ഡീപ്പ് സൈക്കോളജിക്കൽ ഇൻസൈറ്റ്, ആങ്കുർ ബൈ ശ്യാം ബെനഗൽ and Across by Govind Nihlani infused a new breath, new artistic breath. They gave a new artistic breath. ഒരു കലാപരമായ ശ്വാസം നൽകി, പ്രാണൻ നൽകി ടു ദി ഹിന്ദി സിനിമ. ബോക്സ് ഓഫീസ് വിജയങ്ങളുടെ പിന്നാലെ പരക്കം പായുന്ന ഹിന്ദി സിനിമയ്ക്ക് ഒരു ആർട്ടിസ്റ്റിക് ബ്രത്ത്, ആർട്ടിസ്റ്റിക് പ്രാണൻ അല്ലെങ്കിൽ ശ്വാസം നൽകിയത് ഗോവിന്ദ് നിഹ്ലാനിയുടെ ആക്രോശ് പോലെയുള്ള, ശ്യാം ബെനഗലിൻ്റെ അങ്കുർ പോലെയുള്ള സിനിമകളായിരുന്നു. The 1970s saw the emergence of a few avant-garde films and avant-garde filmmakers in the Indian subcontinent. ഇന്ത്യൻ സബ്കോണ്ടിനെന്റിൽ 1970-കളിൽ പരീക്ഷണ സിനിമകളും പരീക്ഷണ സിനിമാ നിർമ്മാതാക്കളെയും പരീക്ഷണ സിനിമയുടെ മേക്കേഴ്സിനും സ്ഥാനം ഉണ്ടായിരുന്നു. മേക്കേഴ്സിനെ കണ്ട ഒരു കാലയളവായിരുന്നു 1970-കൾ. The 1970s, the decade 1970s saw the emergence of a few avant-garde filmmakers in the Indian subcontinent. ഉത്പലേന്ദു ചക്രവർത്തി, ബംഗാളി. ഉത്പലേന്ദു ചക്രവർത്തി. ഗൗതം ഘോഷ്, ബംഗാളി. ഉത്പലേന്ദു ചക്രവർത്തി, ഗൗതം ഘോഷ് ആൻഡ് രമേശ് ശർമ്മ, Kedan Mehta, etc. See, these were the great filmmakers of the Indian subcontinent during the 1970s. They were the avant-garde filmmakers. Who were the avant-garde filmmakers during the 1970s? Utpalendu Chakravarti, Gautam Ghosh, Ramesh Sharma, Kedan Mehta, etc. They could create an impact despite the surging wave of smashing hits of Hindi popular films started by Amitabh Bachchan. 70-കൾ എന്ന് പറഞ്ഞാൽ അമിതാഭ് ബച്ചൻ്റെ പുഷ്കര കാലഘട്ടമായിരുന്നു. അമിതാഭ് ബച്ചൻ്റെ സിനിമകൾ എന്ന് പറഞ്ഞാൽ ഹിറ്റോട് ഹിറ്റ്, ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ ഹിറ്റായി തീരുന്ന ആ കാലയളവിലാണ് ഇവർക്ക് അവരുടേതായ ഒരു സ്വാധീനം, പരീക്ഷണ ചിത്രങ്ങളിലൂടെ അവരുടേതായ നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞത് പ്രത്യേകം പരാമർശിക്കപ്പെടേണ്ട കാര്യമാണത്. They could create these filmmakers like Utpalendu Chakravarti, Gautam Ghosh, Ramesh Sharma and Kedan Mehta could create an impact. They could create a deep influence in spite of the surging wave, ഉയരുന്ന തരംഗം. The surging wave was smashing terrible hits of Hindi popular films started by Amitabh Bachchan, epitomizing. Amitabh Bachchan during that period he was epitomizing the angry young man. He began to be called the angry young man. രോഷാകുലനായ യുവാവ് എന്നുള്ളൊരു പദവി നേടിയെടുത്ത നടനാണ് അമിതാഭ് ബച്ചൻ. എപ്പിറ്റമൈസിങ് ദി ആംഗ്രി യങ് മാൻ along with big budget films made by രമേശ് സിപ്പി എന്ന് പറയുന്ന ഫിലിം മേക്കർ, പ്രൊഡ്യൂസർ ആൻഡ് ഫിലിം മേക്കർ. അദ്ദേഹത്തിൻ്റെ സിനിമകൾ ബ്രഹ്മാണ്ഡ സിനിമകളായിരുന്നു. 1975 റിലീസ് ചെയ്ത ഷോലെ അദ്ദേഹത്തിൻ്റെതാണ്. ഷോലെ പോലുള്ള, പിന്നെ ഷാൻ എന്ന് പറയുന്ന ഒരു ജെയിംസ് ബോണ്ട് ഫിലിമിൻ്റെ രീതിയിൽ പിന്നീട് എടുത്തു. അതത്ര വിജയം കണ്ടില്ല. ഒരുപാട് സിനിമകൾ ബ്രഹ്മാണ്ഡ സിനിമകളായിരുന്നു. 70 ശക്തി സാമന്ത ആൻഡ് BR ചോപ്ര അവരെല്ലാവരും ബ്രഹ്മാണ്ഡ സിനിമകളുടെ സ്പെക്ടക്കിൾ ഫിലിംസിൻ്റെ വക്താക്കളായിരുന്നു. ആ കാലയളവിലാണ് ഇവരുടെയൊക്കെ പരീക്ഷണ ചിത്രങ്ങൾ ഇറങ്ങുകയും വിജയിക്കുകയും ചെയ്തത്. അതാണ് പ്രത്യേകം പരാമർശിക്കപ്പെടേണ്ട കാര്യം. ആംഗ്രി യങ് മാൻ്റെ കാര്യം. ഹു ഈസ് ദി ആംഗ്രി യങ് മാൻ ഓഫ് ദി 70s? അമിതാഭ് ബച്ചൻ. ദി 1980s, the decade of 1980s was a turning point in the history of Indian parallel cinema. The 1980s was a big turning point
ഇൻ ദി ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ പാരലൽ സിനിമ. ഇന്ത്യൻ ആർട്ട് സിനിമകളുടെ കാര്യത്തിൽ 1980 എന്ന് പറയുന്നത് ഒരു നിർണായകമായ വഴിത്തിരിവായിരുന്നു. എന്താ കാര്യം? ഇറ്റ് കെയിം ടു ബി ഡിറ്റർമൈൻഡ് ബൈ എ ഫ്യൂ ഗിഫ്റ്റഡ് മലയാളി ഫിലിം മേക്കേഴ്സ്. കാരണം ഇതാണ്, ഇന്ത്യൻ അവാർഡ് സിനിമകളുടെ അല്ലെങ്കിൽ പാരലൽ സിനിമകളുടെ ആ ഭാഗതയെ നിർണ്ണയിച്ചത് ആ കാലയളവിൽ മലയാളി ഫിലിം മേക്കേഴ്സ് ആയിരുന്നു. മലയാളി ഫിലിം മേക്കേഴ്സ് പാരലൽ സിനിമയുടെ വക്താക്കളെ നിങ്ങൾക്കറിയാം. എ ഫ്യൂ ഗിഫ്റ്റഡ് മലയാളി ഫിലിം മേക്കേഴ്സ് ലൈക്ക് അടൂർ ഗോപാലകൃഷ്ണൻ, ജി അരവിന്ദൻ, പോക്കുവയിലും തമ്പുക്കെ അദ്ദേഹത്തിൻ്റെതായിരുന്നു. TV ചന്ദ്രൻ, ആലീസിൻ്റെ അന്വേഷണം പോലെയുള്ള നല്ല സിനിമകൾ ഒരുപാട് സിനിമകൾ എടുത്തിട്ടുണ്ട്. TV ചന്ദ്രൻ, KG ജോർജ്, ഉൾക്കടൽ, അദ്ദേഹത്തിൻ്റെ ഉൾക്കടൽ, ശാലിനിയൻ്റെ കൂട്ടുകാരി, ഉൾക്കടൽ തുടങ്ങിയ ഫിലിംസ്. അതിൻ്റെ ഷാജി എൻ കരുൺ, സ്വം, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വീറ്റ് സിനിമ, പാരലൽ സിനിമ സ്വം എന്ന് പറയുന്ന സിനിമയാണ്. ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയ സിനിമയായിരുന്നു സ്വം. ഷാജി എൻ കരുൺ ഒരു സിനിമാറ്റോഗ്രാഫറായിട്ട് വന്ന് ഒരു ഫിലിം മേക്കറായിട്ട് മാറിയ ആളാണ് ഷാജി എൻ കരുൺ. അടൂർ ഗോപാലകൃഷ്ണൻ, എലിപ്പത്തായം, സ്റ്റാറിങ് കരമന ജനാർദ്ദനൻ നായർ. കരമന ജനാർദ്ദനൻ നായർ ഫിലിമിലേക്ക് വന്നത് അതിലൂടെയാണ്. എലിപ്പത്തായം നല്ലൊരു ഫിലിമാണ്, നല്ലൊരു സിംബോളിക് ഫിലിമാണ് എലിപ്പത്തായം. മതിലുകൾ, അടൂർ ഗോപാലകൃഷ്ണൻ മതിലുകൾ, സ്റ്റാറിങ് മമ്മൂട്ടി. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥയെ അടിസ്ഥാനമാക്കിയുള്ള മതിലുകൾ എന്ന് പറയുന്ന സിനിമ. ദീസ് ഫിലിംസ് വൺ ഇൻ്റർനാഷണൽ അക്ലൈം. അതുമാത്രമല്ല, മതിലുകളിലും വടക്കൻ വീരഗാഥയ്ക്കും ഇതിലുള്ള മമ്മൂട്ടിയുടെ പെർഫോമൻസിനാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിന് ദേശീയ അവാർഡ് ലഭിക്കുന്നത്. മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് ലഭിക്കുന്നത്. സോ മതിലുകൾ ആൻഡ് എലിപ്പത്തായം വൺ ഇൻ്റർനാഷണൽ അക്ലൈം. എലിപ്പത്തായം ഒരുപാട് ഫിലിം ഫെസ്റ്റിവലുകളിൽ പങ്കെടുത്തിട്ടുള്ള ഫിലിമാണ് എലിപ്പത്തായം. മതിലുകളും അതുപോലെ തന്നെ. ദെൻ ഗുൽസാർ, മീര നായർ, ദി ഡയറക്ടർ ഓഫ് സലാം ബോംബെ, നല്ലൊരു ഫിലിമായിരുന്നു സലാം ബോംബെ. ദെൻ വിജയ് മേത്ത, ഗിരീഷ് കാസറവള്ളി, കന്നഡ ഫിലിം മേക്കർ ഗിരീഷ് കാസറവള്ളി ഓൾസോ മെയ്ഡ് ദെയർ പ്രസൻസ് ഫെൽറ്റ് ഇൻ ദി സിനിമ ഡ്യൂറിങ് ദി 80s. 80കളിൽ ഈ പറയുന്ന ആളുകളും ഈ പറയുന്ന ഫിലിം മേക്കേഴ്സും ആരൊക്കെ? ഗുൽസാർ ആയാലും, മീര നായർ ആയാലും, സലാം ബോംബെയുടെ ഡയറക്ടറായ മീര നായർ ആയാലും, വിജയ് മേത്ത ആയാലും, ഗിരീഷ് കാസർവള്ളി ആയാലും, they also made their presence strongly felt in Indian cinema during the decade of 1980s. After cinema started spreading to Telugu films, Oriya, Assamese and these regional cinemas towards the end of 1980s. Towards the end of 1980s, the art cinema started spreading to Marathi, Oriya, Assamese and such regional languages. Notable contributions were made by Kedan Mehta, Jehanu Barua, Neerath Mohapatra in Bengal. During the end of 1980s, notable contributions to art films were made by Kedan Mehta, Jehanu Barua, Neerath Mohapatra, etc. In Bengal, Buddhadev Das Gupta, Ridhuparna Ghosh established their reputation. In Bengal, towards the close of 1980s, the reputation was established by Buddhadev Das Gupta and Ridhuparna Ghosh. Then Padmarajan, അനുശരനായ പരേതനായ പത്മരാജൻ, ലെനിൻ രാജേന്ദ്രൻ, അദ്ദേഹം മരണപ്പെട്ടുപോയി. ഭരതൻ മരണപ്പെട്ടുപോയി. ദീസ് ഫിലിം മേക്കേഴ്സ്, പത്മരാജൻ്റെ നല്ല ഫിലിംസ് ആയിരുന്നു അരപ്പട്ട കിട്ടിയ ഗ്രാമത്തിൽ, പിന്നീട് കള്ളൻ, പവിത്രൻ, ഇതൊക്കെ നിങ്ങൾ കാണേണ്ട സിനിമകളാണ്. 80കളിൽ ഇറങ്ങിയ ഏറ്റവും സുന്ദരങ്ങളായ ഫിലിംസ് ആയിരുന്നു പത്മരാജൻ്റേത്. പിന്നീട് അദ്ദേഹം തിരക്കഥ എഴുതി ഒരു ഭരതനും IV ശിശു ഉൾപ്പെടെ ഒരുപാട് പേര് ഡയറക്റ്റ് ചെയ്ത ഫിലിംസ് ഉണ്ട്. പക്ഷേ പത്മരാജൻ തന്നെ ഡയറക്റ്റ് ചെയ്ത ഇമാതിരി സിനിമകൾ എന്ന് പറഞ്ഞാൽ ക്ലാസിക്കുകളാണ് യഥാർത്ഥത്തിൽ. പത്മരാജൻ, ലെനിൻ രാജേന്ദ്രൻ, ഭരതൻ,
ഭരതൻ്റെ ആരവം, ആദ്യകാലത്ത് ഇറങ്ങിയ ആരവം, സൂപ്പർ, നല്ല ഏറ്റവും നല്ല ഫിലിംസ് ആയിരുന്നു. എറ്റ്സെട്ര കോൺട്രിബ്യൂട്ടഡ് ടു ദി ഗ്രോത്ത് ഓഫ് ആർട്ട് സിനിമ ഇൻ മലയാളം ടു എ ലിമിറ്റഡ് എക്സ്റ്റെൻറ്റ്. So these contributions made by these great maestros of Malayalam, like Atmarajan, Lenin Rajendran, Faradan, contributed to the growth of art cinema in Malayalam to a limited extent. Films by Maniratnam and Sethu Madhavan in Tamil. തമിഴിൽ സേതു മാധവൻ മലയാളിയാണ്, അദ്ദേഹത്തിൻ്റെ കുറച്ച് സിനിമകളെ ഇറങ്ങിയിട്ടുള്ളൂ. ചിലത് അവാർഡ് ഫിലിംസ് ഇറങ്ങിയിട്ടുണ്ട്. മണിരത്നത്തിൻ്റെയും നായകൻ പോലുള്ള സിനിമകൾ ഒരുപാട് അക്ലെയിം നേടി കൂട്ടിയ സിനിമയായിരുന്നു മണിരത്നത്തിൻ്റെ നായകൻ. ഫിലിംസ് ബൈ മണിരത്നം ആൻഡ് സേതുമാധവൻ ഇൻ തമിഴ്. ആൻഡ് ഡി നാരായണ റാവു, ദാസരി നാരായണ റാവു, അദ്ദേഹത്തിൻ്റെ തെലുങ്കിലെ ഫിലിം മേക്കർ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, മസാല ചിത്രങ്ങളും ചിരഞ്ജീവിയെയും വെങ്കടേഷിനെയൊക്കെ വെച്ച് ഒരുപാട് മസാല ചിത്രങ്ങൾ, എൻ ടി രാമറാവ് ഉൾപ്പെടെയുള്ളവരെ വെച്ച് ഒരുപാട് മസാല ചിത്രങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പാരലൽ സിനിമയും ചെയ്തിട്ടുണ്ട് ഡി നാരായണ റാവു ആൻഡ് കെ രാജശേഖർ, ഡോക്ടർ രാജശേഖർ. ആൻഡ് ദീസ് directors in Telugu also deserve mention. Their names also deserve special mention. Mahesh Bhatt, Pooja Bhatt's father, Mahesh Bhatt. Nana Patekar, a great filmmaker and actor. Nana Patekar. Deepa Mehta, have you heard of her? Deepa Mehta. ഈ പഞ്ചഭൂതങ്ങളിലെ 3 എലിമെൻസിൻ്റെ പേരിൽ ആ ടൈറ്റിൽസിൽ സിനിമ ഇറക്കിയ ഫിലിം മേക്കറായിരുന്നു ദീപ മേത്ത. ഫയർ, വാട്ടർ, എർത്ത്. ഫയർ, വാട്ടർ, എർത്ത്, ദീസ് വർ ഹെർ ട്രയോളജി. ദീപ മേത്ത. അതിൽ ഫയർ എന്ന് പറയുന്ന ഒരു സെക്സിൻ്റെയൊക്കെ അതിപ്രസരമുള്ള ഒരു ഫിലിമായിരുന്നു ഫയർ എന്ന് പറയുന്ന ഫിലിം. സോ ദീപ മേത്ത വിത്ത് ഹെർ ട്രയോളജി ഫയർ, earth and water entered the scene of parallel cinema by 1990s. And these filmmakers made their contribution to the new wave films, new wave Indian films. Mahesh Bhatt, Nana Patekar, Deepa Mehta, they also contributed much to the development of new wave films in India. The ripples of the new waves, ഈ ന്യൂ വേവ് തരംഗങ്ങളുടെ ചെറു ഓളങ്ങൾ എന്നേ പറയാൻ പറ്റും. റിപ്പിൾസ്, ഓളങ്ങൾ. ദ റിപ്പിൾസ് ഓഫ് ദി ന്യൂ വേവ് റീച്ച്ഡ് ദി സദേൺ ഷോർ. നമ്മുടെ ഈ തെക്കൻ തീരങ്ങളിലെത്തി, കർണാടക, കേരള പോലുള്ള തീരങ്ങളിലെത്തി. ദ റിപ്പിൾസ് ഓഫ് ദി ന്യൂ വേവ് റീച്ച്ഡ് ദി സദേൺ ഷോർ ബൈ ദി ഏർലി 1970s ആൻഡ് ഇറ്റ് സ്റ്റിൽ റീറ്റെയിൻസ് ഇറ്റ് വൈബ്രൻസി. ഇന്നും അതിൻ്റെ വൈബ്രൻസി. ഇപ്പം തന്നെ ജല്ലിക്കെട്ട് എന്ന് പറയുന്ന സിനിമയിൽ ഓസ്കാറിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഫിലിമാണ്. ഇന്നും അതിൻ്റെ വൈബ്രൻസി. ഇപ്പം ധാരാളം നല്ല ഫിലിംസ്, നല്ല പാരലൽ ഫിലിംസ് ഇറങ്ങുന്നുണ്ട് മലയാളത്തിൽ. അപ്പോൾ ഇന്നും അതിൻ്റെ വൈബ്രൻസ് നിലനിർത്തുന്നു. 70കളിലാണ് ഇവിടെ തുടക്കം കുറിച്ചത്. മലയാളത്തിൽ ഈ പാരലൽ സിനിമകളുടെ തുടക്കം കുറിച്ചത് 70കളിലാണ്. ദ റിപ്പിൾസ് ഓഫ് ദി ന്യൂ വേവ് റീച്ച്ഡ് ദി കേരള ആൻഡ് കർണാടക ഷോർ ബൈ ദി ഏർലി 1970s ആൻഡ് സ്റ്റിൽ retains its vibrancy or energy. It mostly flourished in the southern states of Kerala and Karnataka through the works of the great filmmakers or maestros, to use the word which we have used in another video, maestros, gifted workers, maestros like Ramu Karyat, the director of Chemmin, P.N. Menon, Olaundiro, the director of Olaundiro, and in Karnataka, Girish Karnada and V.B. Karan. The V.B. Karan, the director of Vamsha Vrsha, an award film. And Pattafirama Reddy in Canada, the director of Samskara. And M.T. Vasudevan Nair in Kerala, Nirmalyam, which won P.J. Antony the National Award. Nirmalyam. G. Aravindan, the director of Uttarayanam. Adur, so he directed so many films, and among them one of the first films
സ്വയംവരം കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം എടുത്ത ഫിലിമായിരുന്നു കൊടിയേറ്റം. കൊടിയേറ്റത്തിൽ ഗോപി എന്ന് പറയുന്ന നടന് ഏറ്റവും നല്ല നടനുള്ള ദേശീയ അവാർഡ് കിട്ടി. അദ്ദേഹം പിന്നീട് അറിയപ്പെട്ടിരുന്നത് കൊടിയേറ്റം ഗോപി എന്നായിരുന്നു. കൊടിയേറ്റം ഗോപി എന്നറിയപ്പെട്ടു. കൊടിയേറ്റം KG ജോർജ് അദ്ദേഹത്തിൻ്റെ ഉൾക്കടൽ നല്ല ഒരു ഫിലിമായിരുന്നു ഉൾക്കടൽ. ആൻഡ് P.A. ബക്കർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല ഫിലിമായിരുന്നു ചുവന്ന വിത്തുകൾ. സോ the parallel cinema, Indian parallel cinema reached the southern states like Kerala and Karnataka during the early period of 1970s through the works of the maestros Ramu Carriot, P.N. Menon, Girish Karnad, B.B. Karan, the Pattapiram Reddy, M.T. Vasudevan Nair, G. Aravindan, Aduru Gopalakrishnan, KG George, P.A. Bakkar, etc. The end of the 20th century and the beginning of the next century witnessed the rise of a new breed of Marathi films which spoke Hindi language. It was a kind of parallel cinema emerged from Marathi films. The end of the 20th century and the beginning of the 21st century witnessed the rise of a new breed of Marathi films. These new Marathi films can be called the New Mumbai films. And these New Mumbai films focused their attention on the urban, social and cultural problems. These New Mumbai films focused their attention to the urban, social and cultural problems associated with the life of modern മെട്രോപോളിസ്. ഈ നഗരങ്ങളിലുണ്ടാകുന്ന സമ്പ്രദായം, ഈ നഗരങ്ങളിലെ തെരുവ് ഗുണ്ടകൾ അല്ലെങ്കിൽ നഗരങ്ങളിലെ ചേരിപ്രദേശങ്ങളിലെ ജീവിതം, നഗരങ്ങളിലെ ബാറുകളിലെ പാവപ്പെട്ട ബാർ ഡാൻസേഴ്സിൻ്റെ ജീവിതം, ഇതിനൊക്കെയാണ് ഈ ന്യൂ മുംബൈ ഫിലിംസ് പ്രാധാന്യം കൊടുത്തത്. ദ ന്യൂ മുംബൈ ഫിലിംസ് ഫോക്കസ് ദർ അറ്റൻഷൻ ഓൺ ദി urban, social and cultural problems associated with the life of the metropolis. Metropolis means city. Ram Gopal Varma's company, തെലുങ്ക് ഡയറക്ടറായിരുന്നു. പിന്നീട് അത് ഹിന്ദിയിൽ പോയി ധാരാളം സിനിമകൾ, രംഗോലി പോലെയുള്ള സിനിമകൾ. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ സിനിമയായിരുന്നു കമ്പനി. അതിൽ മോഹൻലാൽ ഉണ്ടായിരുന്നു. കമ്പനി എന്ന് പറയുന്ന സിനിമയിൽ മോഹൻലാൽ ഉണ്ടായിരുന്നു. അതിലെ നായകൻ എന്ന് പറയുന്നത് നമ്മുടെ ലൂസിഫറിലെ വില്ലൻ നടനായിരുന്നു വിവേക് ഓബറോയി ആയിരുന്നു അതിലെ നായകൻ. കമ്പനി എന്ന ഹിന്ദി സിനിമയിലെ നായകൻ വിവേക് ഓബറോയി ആയിരുന്നു. മോഹൻലാലും ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ഡയറക്റ്റഡ് ബൈ രാം ഗോപാൽ വർമ്മ, വൺ ഓഫ് ദി ഫേമസ് ഫിലിം മേക്കേഴ്സ് ഓഫ് this century. Ram Gopal Varma's company, Madhur Bhandarkers, Chandini Bar. ബാർ നർത്തകിമാരുടെ ജീവിതത്തിൻ്റെ ഇരുണ്ട വശങ്ങളെ കാണിക്കുന്ന ചാന്ദിനി ബാർ. ആൻഡ് അനുരാഗ് കശ്യപ്സ് ബ്ലാക്ക് ഫ്രൈഡേ, അനുരാഗ് കശ്യപ്സ് ഫിലിം ബ്ലാക്ക് ഫ്രൈഡേ etc. belong to this category. These films belong to the category of the new Mumbai films which focused their attention to the urban, social and cultural problems associated with the life of metropolis. Without the least doubt, one can say that the parallel cinema, despite of its humble beginnings, had gone a long way. വളരെ എളിയ തുടക്കമായിരുന്നു പാരലൽ സിനിമയ്ക്ക്, ആർട്ട് സിനിമയ്ക്ക് ഇന്ത്യയിൽ ഉണ്ടായെങ്കിലും ഇന്ന് അതിദൂരം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു, ബഹുദൂരം പോയി കഴിഞ്ഞിരിക്കുന്നു. Without doubt, one can say that a student of film studies can easily say that parallel cinema, despite its humble beginnings, had gone a long way off. It projected contemporary social and cultural issues with an unflinching sense of realism, and always stood as a counter check to the dominance of melodrama and spectacle which characterized the popular Indian cinema. ഇനി പാരലൽ സിനിമയുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ സാമൂഹ്യ സാംസ്കാരിക പ്രശ്നങ്ങളെ ഉണ്ടല്ലേ, ആ പ്രശ്നങ്ങളെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് അവതരിപ്പിച്ചു. അതുമാത്രമല്ല, ബ്രഹ്മാണ്ഡ സിനിമകൾക്ക് എന്നൊരു ശത്രുവായി നിലകൊണ്ടു. ബ്രഹ്മാണ്ഡ സിനിമകൾ, ബ്രഹ്മാണ്ഡമായ സെറ്റിങ്സും പാട്ടും ഡാൻസും ഒക്കെ ഉള്ള മസാല സിനിമകൾക്ക് എന്നൊരു ചെക്കായിരുന്നു, അതിനൊരു എതിർ നിലകൊണ്ട ഫിലിംസ് ആയിരുന്നു പാരലൽ സിനിമകൾ എന്ന് പറയുന്നത്. യു നോ, the parallel cinema
the parallel cinema or the art cinema projected, showed or portrayed or depicted the contemporary social and cultural issues with an unflinching sense of realism, and always stood as a counter check to the dominance of melodrama films, family melodrama films and spectacle Brahmanda cinema, which characterized the popular Indian cinema of our period. Then let us see the great actors during the 1980s, 1970s and 80s. The important actors during the decades 1970s and 1980s. They were Rajesh Khanna, Dharmendra, the He-Man, അന്നത്തെ ഒരു ബോഡി ബിൽഡർ ആയിരുന്നു ധർമ്മേന്ദ്ര. ഷമ്മി കപൂർ, ഡാൻസും പാട്ടുമായിട്ട് നടന്ന റൊമാൻറ്റിക് ഹീറോ ഷമ്മി കപൂർ. അദ്ദേഹം ബാലേന്ദ്രൻ്റെ ഒരു മലയാള സിനിമ ബാലേന്ദ്രൻ്റെ ഒരു സിനിമയിൽ രോഹിണി ഹത്തങ്കടിയും ഈ ഷമ്മി കപൂറും അഭിനയിച്ചിട്ടുണ്ട്. യെസ്, ഷമ്മി കപൂർ, ശശി കപൂർ, അമിതാഭ് ബച്ചൻ, വിനോദ് ഖന്ന, ശത്രുഘ്ൻ സിൻഹ, ഈസ് സ്റ്റിൽ അലൈവ്, അത് MP ആയിരുന്നു. ശത്രുഘ്ൻ സിൻഹ, സഞ്ജീവ് കുമാർ, അംജദ് ഖാൻ, ഷോലെ എന്ന് പറയുന്ന സിനിമയിൽ വില്ലനായിട്ട് വന്ന് ആധിപത്യം സ്ഥാപിച്ച അംജദ് ഖാൻ, മിഥുൻ ചക്രവർത്തി, ഈസ് സ്റ്റിൽ അലൈവ്, മിഥുൻ ചക്രവർത്തി. ഞാൻ നേരത്തെ പറഞ്ഞ മൃണാൾ സെനിലെ മൃഗയിലെ നായകനായിട്ട് അഭിനയിച്ച അവാർഡ് നേടിയ ആളാണ്. പിന്നെ ഒരുപാട് മസാല ചിത്രങ്ങളിൽ മിഥുൻ ചക്രവർത്തി അഭിനയിച്ചിട്ടുണ്ട്. സ്റ്റണ്ട് പടങ്ങളിൽ, ഡാൻസ് പടങ്ങളിൽ, ഡിസ്കോ ഡാൻസർ എന്ന് പറഞ്ഞ ഹിന്ദി ഫിലിമിലെ നായകനായിരുന്നു മിഥുൻ ചക്രവർത്തി. നസറുദ്ദീൻ ഷാ, നമ്മുടെ മലയാളത്തിൽ മമ്മൂട്ടിയോടൊപ്പം ഒരു അവാർഡ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നസറുദ്ദീൻ ഷാ, ഓർക്കുന്നുണ്ടല്ലോ നസറുദ്ദീൻ ഷാ, എ ഗ്രേറ്റ് ആക്ടർ, എ ഗ്രേറ്റ് റിയലിസ്റ്റിക് ഓർ മെത്തേഡ് ആക്ടർ. നസറുദ്ദീൻ ഷാ. രാജ് ബബ്ബാർ, ഓംപുരി, ഹേമമാലിനി, ജയഭാദുരി, രേഖ, അമിതാഭ് ബച്ചൻ്റെ നായികയായിട്ട് സ്ഥിരം ധാരാളം പടങ്ങളിൽ അഭിനയിച്ച് ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞ രേഖ, ജയഭാദുരി, ജയ ബച്ചനായി മാറിയ ജയഭാദുരി. രാഖി, നല്ലൊരു നടിയായിരുന്നു രാഖി. അമിതാഭ് ബച്ചൻ്റെ കൂടെയും ദിലീപ് കുമാറിൻ്റെ കൂടെയൊക്കെ അഭിനയിച്ചിട്ടുള്ള നടിയാണ് രാഖി. നീതു സിംഗ് 80കളിൽ വന്ന നടിയായിരുന്നു നീതു സിംഗ് ഋഷി കപൂറിൻ്റെ കൂടെ ബാറൂദ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുകയും പിന്നീട് നീതു സിംഗ് ഋഷി കപൂറിൻ്റെ ഭാര്യ പദവി അലങ്കരിക്കുകയും ചെയ്തു. നീതു സിംഗ് ആണ് നമ്മുടെ രൺബീർ കപൂറിൻ്റെ മാതാവ്, നീതു സിംഗ്. ദെൻ ഇന്ത്യൻ സിനിമ മൈൽസ്റ്റോൺസ്, വി ക്യാൻ സീ ദി മൈൽസ്റ്റോൺസ് ഇൻ ഇന്ത്യൻ സിനിമയിലെ ചില നാഴികക്കല്ലുകൾ. നമ്മൾ പറഞ്ഞതാണ് ഫസ്റ്റ് ഫിലിം ഷോ ഇൻ ഇന്ത്യ, ദി ഫസ്റ്റ് ഫിലിം ഷോ ഇൻ ഇന്ത്യ എന്നായിരുന്നു. ലൂമിയർ ബ്രദേഴ്സ് മുംബൈയിലെ വാട്സൺ ഹോട്ടലിൽ വെച്ച് നടത്തിയ പ്രദർശനം ജൂലൈ 7, 1896. ജൂലൈ 7, 1896. ജൂലൈ 7, 1896 in Mumbai or Bombay. 1896 ബോംബെ. ഫസ്റ്റ് ഇന്ത്യൻ ടു മേക്ക് എ ഫിലിം, ആദ്യമായി സിനിമ എടുത്ത ഇന്ത്യക്കാരൻ. അത് ദാദാ സാഹേബ് ഫാൽക്കെ അല്ല, ഹരിചന്ദ്ര എസ് ഫവദേക്കർ ആയിരുന്നു ആദ്യത്തെ. ഹരിചന്ദ്ര എസ് ഫവദേക്കർ ആദ്യമായൊരു ഫിലിം എടുത്ത ഇന്ത്യക്കാരൻ. ദി ഫസ്റ്റ് ഫിലിം പ്രൊഡക്ഷൻ കമ്പനി അറിയാമല്ലോ, എലിഫിൻസ്റ്റൺ ബയോസ്കോപ്പ് കമ്പനി by J.F. Madan, established by J.F. Madan. Elphinstone Bioscope Company, Elphinstone Bioscope Company, established by J.F. Madan. Film, educational film, instructional film. The birth of a pea plant, the birth of a pea plant by D.G. Falke. It was taken by D.G. Falke in 1912. ഫസ്റ്റ് തമിഴ് ടോക്കി, ആദ്യത്തെ തമിഴ് സംസാര ചിത്രം
in 1931. Kalidas, the first Tamil talkie was Kalidas, directed by H.M. Reddy. First Bengali talkie, Jumai Shastri. We have earlier mentioned Jumai Shastri. It also came out in the year 1931. First Malayalam talkie came out in 1938. Balan. Director is S. Nettani. S. Nettani's film Balan. First Malayalam talkie. Released in the year 1938. First Indian talkie in English. First Indian talkie in English language. Came out in the year 1933. Karma. First Indian to be honored with the French Legion of Honor. You know that. First Indian to be honored with the French Legion of Honor. You know the great personality. Who is he? Satyajit Ray. The first Indian to be honored with the French Legion of Honor. Satyajit Ray. The first Indian International Film Festival was held. First International Film Festival was held in India in the year 1952 in Bombay. 1952 in Bombay. First film nominated for Oscar. First Indian film nominated for Oscar. That is Mother India. Sunil Dattum, Nargisu ഒക്കെ അഭിനയിച്ച മദർ ഇന്ത്യ. രാധ എന്ന് പറയുന്ന സ്ത്രീ കുട്ടികളെ പോറ്റാനായിട്ട് പെടുന്ന പാട്. മണിലെൻഡർ ഒരു പലിശയ്ക്ക് പണം കൊടുക്കുന്ന ആൾ പല രീതിയിൽ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അതിൽ നിന്ന് അവരുടെ ഇൻറ്റഗ്രിറ്റി കാസൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന സ്ത്രീയുടെ കഥയായിരുന്നു മദർ ഇന്ത്യ. നർഗീസിൻ്റെ ഏറ്റവും നല്ല അഭിനയ മുഹൂർത്തങ്ങളുള്ള സ്റ്റോറിയാണ്. അതിൻ്റെ നായകനാണ് സുനിൽ ദത്ത്. മദർ ഇന്ത്യ. ഫസ്റ്റ് വിന്നിംഗ് പ്രസിഡൻസ് ഗോൾഡ് മെഡൽ മിർസ ഖാലിബ്. ഫസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമാസ്കോപ്പ് ഫിലിം. ബ്ലാക്ക് ആൻഡ് കളർ, നോട്ട് കളർ സിനിമാസ്കോപ്പ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമാസ്കോപ്പ് ഫിലിം. കാഗസ് കെ ഫൂൽ, കടലാസ് പൂക്കൾ, കാഗസ് കെ ഫൂൽ. So these are the important milestones